ഗൈസ്, ഇനി നമുക്ക് സോഷ്യൽ മീഡിയ കത്തിച്ചൊരു സാധനം ഉണ്ടാക്കിയാലോ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വേറൊന്നുമല്ല നമ്മുടെ ബൺ മസ്ക. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് ഗൈസ് ഒരാൾ തേൻ കുടിക്കാൻ വേണ്ടി വന്നത്. എന്നെ കണ്ടപ്പോൾ ഓടി ഗൈസ്, അതാണ് അത് ഭയം ഇറക്കും. അപ്പോൾ ഇതിന് വേണ്ടത് വെറും 3 ഇൻഗ്രീഡിയൻറ്റ്: ബൺ, ബട്ടർ ആൻഡ് മിൽക്ക് മെയ്ഡ്. ഈ 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബട്ടർ എടുത്ത് ഒരു ബൗളിൽ തട്ടിയതിന് ശേഷം മിൽക്ക് മെയ്ഡ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയാതിരിക്കുക. എന്നിട്ട് അത് കുറച്ച് ഒഴിക്കുക. മധുരം അധികം വേണ്ടാത്തൊരു മിൽക്ക് മെയ്ഡ് അധികം ഒഴിക്കേണ്ട. ആൻഡ് അത് ഒഴിച്ചതിന് ശേഷം ഈ സ്പൂൺ എടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം. ഈ കട്ടി ബട്ടറിൻ്റെ ടെക്സ്ചറൊക്കെ മാറി ഒരു ലൂസ് പരുവ് എത്തണം. പക്ഷേ എനിക്ക് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു ബട്ടറിൻ്റെ, പക്ഷെ സാരില്ല ഗൈസ്, ടേസ്റ്റ് നല്ല മുക്കിയെന്നും പറഞ്ഞ് ഞാൻ ക്ഷമിച്ചു. അങ്ങനെ കുറച്ച് ലൂസ് ടെക്സ്ചർ വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു പാകത്തിനെടുത്ത് ആ മിക്സ് ചെയ്യുന്ന സാധനം വീട്ടിലുള്ള കാര്യം ഞാൻ മറന്നു. ഞാൻ സ്പൂൺ ഇട്ടായിരുന്നു ചെയ്തത്. പോരാത്തിന് എൻ്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് സൈഡിലോട്ട് മാറ്റി നമ്മുടെ മെയിൻ സാധനം എടുക്കുക, നമ്മുടെ ബണ്ണ്. അങ്ങനെ ഒരു ബണ്ണ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം നോക്കി മുറിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കാം. അങ്ങനെ ബാക്കിയും കൂടെ ചെയ്തിട്ട് വന്നിട്ട് പറയാം. എന്നിട്ടൊരു പാൻ എടുത്തത് ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് ഈ ബണ്ണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒന്നുകൂടെ ആ ബൺ മസ്ക നല്ല ടേസ്റ്റായിട്ട് ഒന്നുകൂടെ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ പാർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. നമ്മൾ ഈ മിക്സ് ആക്കി വെച്ച ആ ബാറ്ററും ഈ ബണ്ണും എടുക്കുക. അതൊന്നുകൂടെ ഞാൻ മിക്സാക്കി. എന്നിട്ട് ആ ബട്ടർ അങ്ങ് എനിക്ക് ഒത്തപോലെ വരുന്നില്ല ഗെയ്സ്, ക്ഷമിച്ചു ഞാൻ. എന്നിട്ട് ഇത് കുറച്ച് ബാറ്റർ എടുക്കുക, ഒരു ബണ്ണെടുക്കുക, അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. നല്ല ഓവറായാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ നല്ലോണം ഇങ്ങനെ സ്പ്രെഡാക്കണം, മേളിലും താഴെയും അങ്ങനെ സ്പ്രെഡാക്കി അത് മടക്കി അതിൻ്റെ പുറമേ ആ കട്ട് ചെയ്ത ഭാഗത്തൂടെ സ്പ്രെഡ് ചെയ്യണം. അപ്പോഴാണ് ഗെയ്സ് എന്തൊരു ടേസ്റ്റ് എന്നറിയാവോ. ഇനിയാണ് ഗൈസ് നമ്മുടെ ജഡ്ജിൻ്റെ റിവ്യൂ പറയൽ. സാധനം അടിപൊളിയായിരുന്നു, നെഗറ്റീവ് പറയാനൊന്നുമില്ല ഗൈസ്. സാധനം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൊള്ളായിരുന്നു. പക്ഷേ ആ ബട്ടർ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ നോക്കിക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കണ്ട് എന്ത് രസം, എനിക്ക് പറയുമ്പോഴും വായിന്ന് വെള്ളം വരും. അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നോക്കിയപ്പോൾ ഒരാൾ അടുക്കളയിൽ പോയി ഇങ്ങനെ ആരും അറിയാതെടുത്ത് തിന്നു. ആര്? എൻ്റെ ചേച്ചി. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരാളെടുത്ത് തിന്നു. ആര്? അതിൻ്റെ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ആ ബട്ടർ കുറച്ചുകൂടെ ഒന്ന് സെറ്റാവാനുണ്ട്. ഫസ്റ്റ് ട്രൈയില്ല ഗൈസ്, ക്ഷമിച്ചേക്ക്. സോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.